നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കാം. പീഡന ആരോപണങ്ങളെ തുടർന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും അതിന് വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാജ്യസാധ്യത നിഷേധിച്ചില്ല. രാജിക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രതികരണം നടത്തിയില്ല. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം കൂടി രാജിവെക്കണമെന്ന് നിലപാടെടുത്തത്. കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം വലിയ പിന്തുണയാണ് ഇതിന് ലഭിച്ചത്. മുതിർന്ന നേതാക്കളും MLA-മാരുമെല്ലാം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. എന്നാൽ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുമ്പോഴും രാഹുലിന്റെ നിലപാട് അനുകൂലമല്ല. തനിക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്ഥിതി ഗുരുതരമാണെന്ന ഹൈക്കമാൻഡ് പ്രതികരണത്തിൽ നിന്ന് ദേശീയ നേതൃത്വ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്ന KPCC നേതൃത്വവും രാജ്യസാധ്യത തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. രാഹുലിന്റെ രാജി ആവശ്യത്തിൽ നാളേക്കകം തീരുമാനമുണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ആവശ്യം ശക്തമാകുന്ന പക്ഷം സമിതി ഓൺലൈനായി ചേരാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിച്ച് പ്രതിച്ഛായ സംരക്ഷണത്തിന് ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണങ്ങളെ തുടർന്നുണ്ടായ തിരിച്ചടി രാജിയിലൂടെ മറികടക്കാമെന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കുണ്ട്. ഹർത്താലും ബന്ധും നടത്താത്ത മാതൃകാ പ്രതിപക്ഷമാണ് കേരളത്തിലേതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ കൊച്ചിയിലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗുരുതരമായ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാംഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെയും VD സതീശൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ മാതൃകയാണ്. ഹീനമായ ആക്ഷേപങ്ങൾ നേരിടുന്നവരെയും സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് അധികാരസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നുള്ള ബോധപൂർവമായ മാറ്റം. ഇതിലൂടെ രാഷ്ട്രീയ സംസ്കാരത്തെ ഉടച്ചു വാർക്കുകയാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. സമാന വിഷയങ്ങളിൽ എതിർപക്ഷം എന്തു ചെയ്തു എന്ന് നോക്കാതെ കോൺഗ്രസിനും മുന്നണിക്കും പുതുശൈലിയുടെ മേലങ്കി ചാർത്താനും രാഹുലിന്റെ രാജിയിലൂടെ VD സതീശൻ ലക്ഷ്യമിടുന്നുണ്ട്. മാറിയ രാഷ്ട്രീയ സംസ്കാരത്തിന് പുതിയ കാലത്ത് ലഭിക്കുന്ന സ്വീകാര്യത തിരഞ്ഞെടുപ്പുകൾ ഗുണം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കരുതുന്നു. കോൺഗ്രസ് ദേശീയതലത്തിൽ ഉന്നയിക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടും സംസ്ഥാനത്ത് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഇല്ലാതാക്കിയ രാഹുലിനെതിരായ ആരോപണം UDF-നും കോൺഗ്രസിനും തിരിച്ചടിയാണ്. എന്നാൽ തെറ്റ് ചെയ്തവരെ പുറന്തള്ളുന്നതിലൂടെ തിരിച്ചടിയെ അനുകൂല ഘടകമാക്കി മാറ്റാനാകുമെന്നും പ്രതിപക്ഷ നേതാവ് കരുതുന്നു. UDF-ലെ പ്രധാന ഘടകകക്ഷികൾക്കും സമാന നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെയും RSPയുടെയും എല്ലാം പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. ഒരു പടി കൂടി കടന്ന് RMP MLA KK രമ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതിലൊരു സംശയവുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായവർ ഒരു കാരണവശാലും ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത്തരം സ്ഥാനങ്ങൾ ഇരിക്കാൻ യോഗ്യരായ ആളുകളല്ല എന്ന് തന്നെയാണ്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തലയും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാലം രാഷ്ട്രീയ നിലപാടുകളെ പൊളിച്ചെഴുതുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വഴിവെക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ ഉയർന്നു വരുന്ന വിഷയങ്ങളെ അതിന്റെ മെറിറ്റിൽ സമീപിക്കുന്നതിനും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതിനും തടസ്സമില്ല എന്ന സതീശൻ ശൈലിയും മൂല്യവത്തായ നേതൃസംസ്കാരത്തിന്റെ തുടർ പരമ്പരയാകുന്നുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. രാജി വേണ്ട എന്ന നിയമോപദേശം ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചു എന്നാണ് ആ വാർത്ത. പരാതിയോ കേസോ ഇല്ലാത്ത സാഹചര്യത്തിൽ രാജി വേണ്ട എന്നാണ് നിയമോപദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ ശ്രീത്ത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്,
ഈ കേസോ പരാതിയോ ഇല്ല എന്ന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്? കാരണം വനിതാ കമ്മീഷനൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ ഇവർ രണ്ടുപേരും കേസ് രജിസ്റ്റർ ചെയ്ത് എന്താണ് റിപ്പോർട്ടെന്ന് DGP തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ചർച്ചകൾ പോയത്? നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, 3 അഭിഭാഷകരിൽ നിന്നാണ് KPCC കോൺഗ്രസ് നേതൃത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കാര്യത്തിൽ നിയമോപദേശം നേടിയത്. അതിൽ ആദ്യത്തെ ആളിൽ നിന്നുള്ള ഉപദേശമാണ് KPCCക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഉപദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലയ്ക്കുള്ളതാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, ഈ ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത ഓഡിയോ ക്ലിപ്പുകളും മറ്റുമാണ് പൊതുമണ്ഡലത്തിലുള്ളത്. ഇതിനപ്പുറത്തേക്ക് കടന്ന് ഇതേപ്പറ്റിയുള്ള ഒരു പരാതി നിയമ സംവിധാനത്തിൽ എവിടെയുമില്ല. മാത്രമല്ല, പരാതിക്കാരിയാണ് ആരാണ് എന്നത് ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു FIR പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് നിയമോപദേശത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഇതേ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിലെ പല ആളുകൾക്കുമുണ്ട്. KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ സമാനമായ അഭിപ്രായത്തിലേക്ക് വരികയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടാകുമോ എന്ന രാജിക്കുള്ള സാധ്യത മങ്ങുന്നത്. നിയമോപദേശം ആ നിലയ്ക്കാണ്. ഇതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ 1 കൊല്ലത്തിൽ താഴെയാണ് സമയമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാറില്ല. എന്നാൽ 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചന അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. എന്നാൽ പാലക്കാട് BJPക്ക് കൂടി രാഷ്ട്രീയ മുൻതൂക്കമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ 3 നിയമവിദഗ്ധരോടാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമോപദേശം തേടിയത് പാർട്ടി. പക്ഷെ അതിലിപ്പോൾ ഒരാളുടെ മാത്രം അഭിപ്രായമാണ് ലഭിച്ചത്. അപ്പോൾ രാജി വേണ്ട എന്ന ഈ രീതിയിലുള്ളൊരു തീരുമാനം, അത് അന്തിമ തീരുമാനമാണെന്ന് പറയാറായോ? രാജി വേണ്ട എന്നൊരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് KPCC നേതൃത്വം എത്തിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളും കൂടിയാലോചനകളും വീണ്ടും നടക്കും. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതി ഓൺലൈനിൽ ചേരാനുള്ള നീക്കം ഉപേക്ഷിച്ചു. ഓൺലൈനിൽ ചേരുന്നത് സുരക്ഷിതമല്ല എന്ന് കണക്കാക്കി ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും നേരിട്ട് മാത്രമേ അത്ര യോഗം നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ അല്ലാതെയുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്. ഇനിയും നിയമോപദേശം പൂർണ്ണമായി വരാതെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തു, അല്ലെങ്കിൽ രാഹുലിന്റെ രാജി എഴുതി എന്നുള്ള മറ്റുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. 3 നിയമോപദേശത്തിൽ നിന്ന് ഒരാളുടെ മാത്രം ഉപദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് 3 നിയമവിദഗ്ധരോട് അഭിപ്രായം തേടിയിരുന്നു. അതിൽ ഒരാളുടെ അഭിപ്രായം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. രാജി വേണ്ട എന്ന നിയമോപദേശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അന്തിമ തീരുമാനമായിട്ടില്ല. മറ്റ് 2 പേർ കൂടി അഭിപ്രായം പറയാനുണ്ട് ഈ വിഷയത്തിൽ. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുന്നു. നിരന്തരം ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നിനു മാത്രം മറുപടി പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ട്രാൻസ് വുമൺ അവന്തിക തനിക്കെതിരെ നടത്തിയ ആരോപണം വ്യാജമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അവന്തികയും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനം. അവസാന അടവെന്ന തരത്തിൽ ട്രാൻസ് വുമൺ അവന്തികയ്ക്കെതിരെ ആരോപണമുയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവന്തിക ഒരു ചാനൽ റിപ്പോർട്ടറോട് പറയുന്ന ഫോൺ കോളിന്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. താൻ കാരണം വിഷമിച്ച കോൺഗ്രസ് പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞപ്പോൾ പാർട്ടിയെ ഒരുപാട് തവണ പ്രതിരോധിച്ചിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തൽ. നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രതികരിക്കാൻ ധൈര്യമുണ്ടായത് എന്നായിരുന്നു അവന്തികയുടെ മറുപടി. ഞാൻ അന്ന് പേടിച്ചിരുന്നത് കാരണം വെച്ചാൽ ഇതൊരു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എത്തരത്തിൽ എന്നെ ഇമ്പാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അയാൾ സംസാരിക്കുന്നത് ഏതോ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. ആരോപണങ്ങൾക്ക് മുൻപ് അവന്തിക രാഹുലിന്റെ സന്ദേശത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നുവെന്ന് BJP നേതാവ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:55 അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘടിതമായി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും പരിഭവങ്ങളില്ലാതെ പോരാടുന്നുവെന്നും പാർട്ടിയാണ് വലുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സമീകരണ ശ്രമം. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ച് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉമാ തോമസ് MLAയും ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് ആവശ്യപ്പെട്ടു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കാതെ മഹിളാ കോൺഗ്രസ്. വിഷയത്തിൽ പാർട്ടി കൃത്യസമയത്ത് കൃത്യമായ നിലപാടെടുത്തുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP പറഞ്ഞു.
രാജിവെക്കണം, ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. MLA സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വനിതാ നേതാവുള്ള മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതകളുടെ മേലെ ഉണ്ടാകാൻ പാടില്ല. ഇത് തെറ്റാണ്. ചിലപ്പം വനിതകൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വനിതാ നേതാവ് എനിക്ക് വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവരത് എന്തായാലും ഒരു നടപടി വേണം. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായ തീരുമാനമാണ് കൃത്യമായ സമയത്തെടുത്തത്. രാഹുലും എടുത്തത് രാജിവെച്ചത് വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ത്രീപക്ഷത്ത് തന്നെയാണ്. സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാക്കുകയാണ് BJP. രാഹുൽ ഗാന്ധിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രവുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങി. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി ലൈംഗിക ആരോപണത്തിൽ പെട്ടുവെന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും മുഖംമൂടി അണിഞ്ഞ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ DYFI പ്രവർത്തകരുടെ വ്യത്യസ്ത പ്രതിഷേധം. ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലും കയറി രാഹുൽ രാജിവെക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. DYFI പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുന്നു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വയനാട് സ്വദേശിയായ 25-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8ആയി. പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. വയനാട് സ്വദേശി ഇന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8ആയി. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 6 പേരും വയനാട് ജില്ലയിലെ 2 പേരുമാണ് ചികിത്സയിലുള്ളത്. രോഗത്തിന്റെ ഉറവിടം വ്യക്തമാകാത്തത് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ പ്രാദേശികമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. സാമ്പിളുകളുടെ പരിശോധനാ ഫലവും താമരശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ശേഖരിച്ച സാമ്പിൾ ഫലവും ലഭ്യമായിട്ടില്ല. അതേസമയം ഒരു മാസത്തിനിടെ 46 പനിമരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. പനിബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. എലിപ്പനി ബാധിച്ച് 28 പേർ മരിച്ചു. 24 കോഴിക്കോട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ദൂലിയ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാകും. UGC യോഗ്യതയുള്ളവർക്ക് സെപ്റ്റംബർ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. പ്രൊഫസർ പദവിയിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ദിവസം 61 വയസ്സ് തികയാൻ പാടില്ല. തപാലിലോ നേരിട്ടോ ഇമെയിൽ വഴിയോ അപേക്ഷിക്കാം. ഈ അപേക്ഷകൾ സുപ്രീം കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ദൂലിയയ്ക്ക് കൈമാറും. സർക്കാരും ഗവർണറും നൽകിയ പാനലിൽ നിന്ന് 2 പേരെ വീതം ഉൾപ്പെടുത്തി അദ്ദേഹം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. സർക്കാർ നൽകുന്ന അപേക്ഷകൾ പരിശോധിച്ച് സെർച്ച് കമ്മിറ്റി പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറും. അതിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മുൻഗണനാക്രമം ഗവർണർ അംഗീകരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. K. ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും വീണ്ടും താൽക്കാലിക VC-മാരായി നിയമിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 24 തിരുവനന്തപുരം. CPIഎമ്മിലെ കത്ത് വിവാദത്തിൽ നിയമ നടപടിയുമായി ഡോക്ടർ TM തോമസ് ഐസക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് നോട്ടീസ് അയച്ചു. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. വിവാദമായ കത്തിൽ MB രാജേഷ്, തോമസ് ഐസക്, P. ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബെനാമിയാണ് രാജേഷ് കൃഷ്ണ എന്ന് ആരോപിച്ചിരുന്നു. പത്തനംതിട്ട മുൻ SP VG വിനോദ് കുമാർ മോശം സന്ദേശം അയച്ചെന്ന് വനിതാ SI-മാരുടെ പരാതി. റേഞ്ച് DIGക്ക് ലഭിച്ച പരാതി പോലീസ് ആസ്ഥാനത്തെ വുമൻ കംപ്ലയിന്റ് സെൽ അന്വേഷിക്കും. പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്നാരോപിച്ച് VG വിനോദ് കുമാർ പോലീസ് മേധാവിക്ക് പരാതി നൽകി.
പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്ന 2 വനിതാ എസ്ഐമാരാണ് പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെ പരാതിയുമായി എത്തിയത്. IPS ഉദ്യോഗസ്ഥൻ മോശം പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ അയച്ചെന്നാണ് പരാതി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി അന്വേഷിക്കുന്ന DIG അജിത ബിഗത്ത് നൽകിയ പരാതിയിൽ അതീവ രഹസ്യമായി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. 2 പേരും പരാതിയിൽ ഉറച്ചുനിൽക്കുകയും മൊഴി നൽകുകയും ചെയ്തതോടെ പോഷ് നിയമപ്രകാരം അന്വേഷിക്കാൻ അജിത ബീഗം പോലീസ് മേധാവിക്ക് ശുപാർശ ചെയ്തു. പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് വിമൻ കംപ്ലയിന്റ് സെൽ അധ്യക്ഷയായ SP മിറിൻ ജോസഫിന് അന്വേഷണ ചുമതല കൈമാറി. വനിതാ എസ്ഐമാരുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് വിനോദ് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന പരാതി. മോശം സന്ദേശം അയച്ചിട്ടില്ലെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നും പുതിയ തീരുമാനമുണ്ടാവുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വരുന്നു. MLA സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമുണ്ടാകില്ല. രാഹുൽ വിവാദം അവസാനിപ്പിക്കാനും ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനും ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. രാഹുലിനും എൽദോസ് കുന്നപ്പിള്ളിൽ MLAക്കും ഇനി സീറ്റ് ഉണ്ടാകില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വളരെ സുപ്രധാനമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു തീരുമാനം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നു. അരുൺ രാജ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഒരു അപ്രതീക്ഷിതമായ നീക്കം അല്ലെങ്കിൽ തീരുമാനം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വം ഒഴിവാക്കുന്നു പറയുമ്പോൾ ഇനി കോൺഗ്രസുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയെങ്കിൽ MLA എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും സഭയിൽ രാഹുൽ ഉണ്ടാവുക? അത്തരം വിഷയങ്ങളൊക്കെ ഇനി മുന്നോട്ട് വരികയല്ലേ? പ്രജിൻ, കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കാരണം MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഒരുക്കി അവിടെ ആ സീറ്റ് കൈവിട്ടാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് അത്തരം തീരുമാനം വേണ്ട. പകരം ഇതിൽ ഏറ്റവും മികച്ച തീരുമാനമായി കോൺഗ്രസ് എടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമികമായ കോൺഗ്രസ് അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. മറ്റ് നടപടികളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കോൺഗ്രസിന് ആവശ്യപ്പെടാൻ കഴിയില്ല. അല്ലെങ്കിൽ ആവശ്യത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുകയുമില്ല. നിയമസഭയിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ആ ഒരു പാനലിലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആ ബ്ലോക്കിലോ ആയിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുക. ഒരു സ്വതന്ത്ര MLA ആയി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയപരിപാടികളിൽ നിയമസഭാ ബിസിനസ് കാര്യങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നുവെന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് തോന്നലുണ്ടാകണം. അതില്ലെങ്കിൽ വലിയ തിരിച്ചടി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം ഹൈക്കമാൻഡിനോടും അതുപോലെ തന്നെ KPC നേതൃത്വത്തോടും മുന്നോട്ട് വെച്ച കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിക്കും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് കൂടി കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക. എന്തായാലും അത് ഇക്കാര്യം ഒരുപക്ഷെ നാളെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം കോൺഗ്രസിന് മുമ്പിൽ ഇനി ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വളരെ വലിയ രീതിയിൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനിടയിലും വലിയ മാനക്കേട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇനി ഉപതെരഞ്ഞെടുപ്പിനുള്ള സമയമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സമയമാണ്. അതിന്റെ പരിപാടിയിലേക്കടക്കം കോൺഗ്രസ് കടന്ന ഘട്ടത്തിൽ ഇനിയും രാഹുൽ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാൽ അത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയും തിരിച്ചടിയും കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിനോടും KPC നേതൃത്വത്തോടും വിശദീകരിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനോടും ഇപ്പോൾ പാർട്ടി നേതൃത്വം ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. KPCയുടെ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിത്ത്, അരുൺ, വളരെ സുപ്രധാനമായ തീരുമാനം. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി കോൺഗ്രസുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ശക്തമായ കർശനമായൊരു നടപടിയിലേക്കും തീരുമാനത്തിലേക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എത്തിയത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. MLA സ്ഥാനം രാജിവെക്കാൻ പറയണം എന്ന അഭിപ്രായങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ പോലും പല കോണുകളിൽ നിന്നും പാർട്ടിയുടെ പല നേതാക്കളും പുറത്തുവിട്ടതാണ്, അവർ പറഞ്ഞതാണ്. പക്ഷേ അതല്ല, അങ്ങനെയൊന്നും വേണ്ട, ആ രീതിയിലല്ല മറ്റൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. BJP നേരത്തെ പറഞ്ഞത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണം, അതിന് വാശി പിടിക്കില്ല എന്നൊക്കെ നേരത്തെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു സംശയത്തിന്റെ ബലത്തിൽ ഈ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് പോയത്?
പ്രജിൻ, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടായാൽ അത് വലിയ തിരിച്ചടികൾ ഒരുപക്ഷെ ഉണ്ടാകും. അത് BJPക്ക് ഒരുപക്ഷെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിനടക്കം സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ അറിയിച്ച കാര്യം. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സാഹചര്യം രാഹുൽ മുഖാന്തരം, കോൺഗ്രസ് മുഖാന്തരം ഉണ്ടാകേണ്ടതില്ല. കോൺഗ്രസിന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകും. ആ പാർട്ടിക്ക് ഇനി ആ തിരിച്ചടി ഏൽക്കാൻ കഴിയില്ല. രാഹുൽ വിഷയത്തിൽ ഇനിയൊന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോവുകയല്ലാതെ പിന്നോട്ടിറങ്ങേണ്ടി വന്നാൽ അത് തെരഞ്ഞെടുപ്പുകളിൽ അടക്കം വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അല്ലാതെ എന്ത് മാർഗം, അവിടെ രാഹുലിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും, അതല്ലാതെ മറ്റെന്ത് മാർഗമെന്നാണ് കോൺഗ്രസ് ചിന്തിച്ചത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു രണ്ടാം പ്ലാൻ എന്ന രീതിയിലാണ് കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോയാൽ ആ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങിയത്. അതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹൈക്കമാൻഡിനും ഇക്കാര്യത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി KPCC നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസിന് ആവശ്യപ്പെടാനേ കഴിയൂ. പക്ഷേ അത് രാജിവെക്കണമെന്നുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയുമില്ല. ആ രീതിയിൽ പാലക്കാട്ടിൽ ഒരു സ്വതന്ത്ര MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകും. കോൺഗ്രസിന്റെ ഒരു പിന്തുണയും ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നില്ല എന്ന കാര്യമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകമായി അത് കോൺഗ്രസ് ബ്ലോക്കിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ നിയമസഭാ ബിസിനസ് കാര്യങ്ങളിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല. സ്വാഭാവികമായും ഇതിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല. അത് ഇതിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് തങ്ങളുടെ സ്ത്രീപക്ഷ നിലപാട് ഉറച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചത്. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്ന വാദം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. മൂന്ന് നിയമവിദഗ്ധരോടാണ് കോൺഗ്രസ് പാർട്ടി ഈ നിയമോപദേശം തേടിയത്. അതിൽ ഒരാൾ നേരത്തെ പറഞ്ഞത് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ആദ്യം ഒരു നിയമോപദേശം വരുന്നു. പിന്നെ 2 പേര് കൂടി അതിൽ നിയമോപദേശം നൽകാനുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത്. ഇതിന് അതിന്റെ നിയമവശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു സ്വതന്ത്രനായി മത്സരിച്ച ഒരാളെ കൈയൊഴിയുന്നത് പോലൊന്നും അല്ലല്ലോ. ഇത് പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലവിൽ UDFന്റെ ഭാഗമാണ്, ഒക്കെയാണ്. പക്ഷേ അവിടെ ഇനിയിപ്പോൾ പാർട്ടി അംഗത്വമില്ല എന്ന് പറയുമ്പോൾ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിനൊക്കെ പരിധിയിൽ ഇത് വരുമോ? അത്തരം നിയമവശങ്ങളൊക്കെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത്. തീർച്ചയായും കാര്യത്തിൽ കൂറുമാറ്റ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. അക്കാര്യത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാട്, തങ്ങളെടുക്കുന്ന നിലപാട് ശക്തമാണ്. സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയനായി വന്ന ഒരു വ്യക്തി, ആ വിഷയങ്ങൾ കൂടുതൽ കടുത്തോ ഗൗരവമേറിയതാണെന്ന് വിലയിരുത്തിയോ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അയാളോട് തങ്ങൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷേ രാജിവെച്ചില്ല. അതുകൊണ്ട് തങ്ങൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന നിലപാടായിരിക്കും കോൺഗ്രസ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വിശദീകരിക്കാൻ പോകുക. ഇക്കാര്യങ്ങളിൽ ഉറച്ച നിലപാടുള്ള പാർട്ടിയാണ് തങ്ങളുടേത് എന്ന കാര്യവും വിശദീകരിക്കും. അതിനപ്പുറം ഇക്കാര്യത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരക്കാരെ മത്സരിപ്പിക്കരുത് എന്ന ആവശ്യം കൂടി മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വെച്ചു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് കൂടി കൈക്കൊണ്ടത്. വിൻസെന്റ് സാഹചര്യം മറ്റൊന്നാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിയും രാഹുൽ മാങ്കൂട്ടത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കില്ല എന്ന കാര്യം കൂടി ഇന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഉയർന്ന പരാതികൾ അതീവ ഗൗരവകരം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്, KPCC നേതൃത്വം വിലയിരുത്തുന്നത്. ഇനി ഇത്രയും നാണക്കേട് കൂടി പേറി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ചെറുതാകില്ല. കാരണം കോൺഗ്രസിന്റെ ബ്ലോക്ക് തലം മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ സജ്ജമായ പ്രവർത്തനത്തിലാണ്. ഈ ഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ള വിവരം KPCCക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി ഒരു നിമിഷം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായും KPCC നേതൃത്വം സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വെറും സൂചനയല്ല, വിവരമായി തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഇനി ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇതാണ്: പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു.
MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല, പകരം പാർട്ടി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ എത്തും. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. വാർത്താമഴയിലേക്ക് വീണ്ടും. നവംബർ 1 മുതൽ ഹെവി വാഹനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കി. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ തീരുമാനമെടുത്തത്. KSRTC ബസ്സുകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. ഹെവി വാഹന ഡ്രൈവേഴ്സിന്റെ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ആണ് കൂടുതൽ അപകടങ്ങൾ നടന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററിന്റെ പ്രത്യേകത? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ, പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അത് ഈ ബ്ലൈൻഡ് സ്പോട്ട് തടസ്സപ്പെടുന്നതാണ്, അല്ലെങ്കിൽ കാഴ്ച മറയ്ക്കുന്നതാണ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു പഠനമുണ്ടായിരുന്നു. മാത്രമല്ല കാൽനട യാത്രക്കാരെ അടക്കം ഇടിച്ചിരുന്ന സാഹചര്യം അത് ഇതുകൊണ്ടാണെന്നാണ് നിലവിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വിലയിരുത്തുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെവി വാഹനങ്ങൾക്ക് നവംബർ 1 മുതൽ ബ്ലൈൻഡ് സ്പോട്ട് മിറർ, ബ്ലൈൻഡ് സ്പോട്ട് കണ്ണാടി നിർബന്ധമാക്കിയത്. നവംബർ 1 മുതൽ ഫിറ്റ്നസിന് കൊണ്ടുവരുന്ന ഹെവി വാഹനങ്ങൾക്ക് ഇത് നിർബന്ധമാക്കും. KSRTC ബസ്സുകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ഇത് ബാധകമാകും. ഈ ഹെവി വാഹന ഡ്രൈവർമാരുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിലാണ് കൂടുതൽ അപകടം നടന്നിട്ടുള്ള റിപ്പോർട്ട് അത് നേരത്തെ തന്നെ വകുപ്പിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇതിന്റെ ശരിയായ ഉപയോഗം സംബന്ധിച്ച ഡ്രൈവർമാർക്ക് MVD ബോധവൽക്കരണം നൽകണമെന്നും സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെത്തിയത്. ചിയ്യാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA യൂസഫ് അലി. എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂർ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാൾ ഇവിടെ ആരംഭിക്കുന്നതാണ്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇവിടെ വാർത്താമഴ പൂർത്തിയാവുന്നു. നമസ്കാരം.